ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്റ്റുഡൻസ് ഫോക്കസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തിയറി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. സോ ഇത് നമ്മളതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് പോലെ ക്യാപിറ്റൽ ഫോം ചെയ്യുക, കൂടുതൽ ക്യാപിറ്റൽ, നമ്മുടെ രാജ്യത്തിൻ്റെ റിയൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്യാപിറ്റൽ ആഡ് ചെയ്യുക, ക്യാപിറ്റൽ ഗുഡ്സിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യുക. കാരണം ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് മറ്റ് ബിസിനസ് ഫേംസിന് കൂടുതൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പിന് വേണ്ടിയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ മെഷീൻസ്, അല്ലെങ്കിൽ മെഷീൻ ടൂൾസ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എക്യുപ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെല്ലാം കൊണ്ട് എന്താണ് മറ്റ് ബിസിനസ് ഫേംസിന് അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ടോട്ടലി രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ആ രാജ്യം തന്നെ റിച്ച് കൺട്രി ആയിട്ട് മാറുന്നു. പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് GDP കൂടും. സോ ആ രാജ്യത്തിന് തന്നെ ഒരു നല്ലൊരു റിച്ച് കൺട്രി ആയിട്ട് മാറാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ഫോർമേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മോർ ആൻഡ് മോർ ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യുവാണ്, ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നു. അങ്ങനെ ക്യാപിറ്റൽ ഗുഡ്സ് ഫോം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരിക്കലും നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയല്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ബിസിനസ് ഫേം ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് മെഷീൻ വാങ്ങിച്ച് നാളെ സെല്ല് ചെയ്യാൻ വേണ്ടിയാണോ അവർ മേടിക്കുന്നത്? അല്ല, അവർ ആ മെഷീൻ അവരുടെ ഫാക്ടറിയിൽ വെച്ചിട്ട് അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വാങ്ങിക്കുന്നത്. അവർ എന്ത് പ്രൊഡക്റ്റ് ആണോ ചെയ്യുന്നത് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന മെഷീൻസ് ആയിരിക്കുമല്ലോ അവർ ബൈ ചെയ്യുന്നത്. സോ നമ്മൾ ക്യാപിറ്റൽ ഫോർമേഷനിൽ ചെയ്യുന്ന, നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമ്മൾക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മളുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും നമ്മൾക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും പറയാം. കാരണം ഇത് നമ്മളുടെ ഫ്യൂച്ചറിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നോർമലി ആളുകൾ കൈകൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റി, ഒരു മെഷീൻ ഉണ്ടെങ്കിൽ മെഷീന് കുറച്ചും കൂടെ നല്ല രീതിയിൽ ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? സോ നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ അതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അഡീഷണൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിക്ക് വേണ്ടി. അഡീഷണൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു ബിസിനസ് ഫേമിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക. നമ്മൾ ഈ ക്യാപിറ്റൽ ഗുഡ്സ് ബൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ഇന്നുള്ള കുറച്ച് എമൗണ്ട് നമ്മൾ കൺസംഷൻ കുറച്ചിട്ട് നമ്മൾ കുറച്ച് സേവിങ്സ് കൂട്ടണം. കാരണം ഇന്നത്തെ കൺസംഷൻ കുറച്ച് സാക്രിഫൈസ് ചെയ്ത് നമ്മൾ കുറച്ച് സേവ് ചെയ്താലേ ഉള്ളൂ നമ്മൾക്ക് ആ ഇൻകം മൊബിലൈസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഗുഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ക്യാപിറ്റൽ ക്രിയേഷനോ സാധിക്കുള്ളൂ. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് 10,000 ഇൻകം ഉണ്ടോ, നിങ്ങൾ ആ 10,000 സ്പെൻഡ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വേറെ എന്തെങ്കിലും ചെയ്യാനോ നിങ്ങളുടെ ബെനിഫിറ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് മേടിക്കണം എന്ന് വിചാരിച്ചാൽ മേടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 10,000 ഇൻകം ഉണ്ട്, 10,000 നിങ്ങളത് തീർത്തു. ആ സമയത്ത് ആ 10,000-ൽ നിന്ന് നിങ്ങളൊരു 2,000 റുപ്പീസ് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും എഡ്യൂക്കേഷൻ പർപ്പസോ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻസ് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ മൊബൈൽ വാങ്ങിക്കാൻ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ കേസിൽ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ കാര്യം നോക്കിയാൽ, നമ്മൾ ഇന്നത്തെ കൺസംഷൻ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് സേവ് ചെയ്യണം. എന്നാലേ ഉള്ളൂ നമ്മൾക്ക് ആ സേവിങ്സ് മൊബിലൈസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അപ്പോൾ നമ്മൾക്ക് സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ക്യാപിറ്റൽ ഫോർമേഷൻ്റെ. ഫസ്റ്റ് വൺ, സേവിങ്സ്. കാരണം സേവിങ്സിൽ നിന്നാണ് ക്യാപിറ്റൽ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സേവിങ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ എമൗണ്ട് ബാലൻസ് ഉണ്ടാവുള്ളൂ. എമൗണ്ട് കയ്യിലുണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾക്കത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും സാധിക്കുള്ളൂ. അപ്പോൾ സേവിങ്സിൽ മെയിനായിട്ട് 2 പാർട്ട് വരുന്നുണ്ട്: എബിലിറ്റി ടു സേവ് ആൻഡ് വില്ലിങ്നെസ് ടു സേവ്. എബിലിറ്റി ടു സേവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു 50,000 റുപ്പീസ് ഇൻകം ഉണ്ട്. 50,000 റുപ്പീസ് ഇൻകം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 5,000 റുപ്പീസോ 10,000 റുപ്പീസോ സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് എബിലിറ്റി ഉണ്ട്, സേവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. കാരണം നിങ്ങൾക്ക് 50,000 റുപ്പീസ് ഇൻകം ഉണ്ട്. അപ്പോൾ നമ്മളുടെ എബിലിറ്റി ടു സേവ് എന്തിനാണ് ബേസ് ചെയ്യുന്നത്? നമ്മളുടെ ഇൻകത്തിനെ ബേസ് ചെയ്താണ് നമുക്ക് എബിലിറ്റി ടു സേവ് പറയാൻ പറ്റും. ആ സമയത്ത് വില്ലിങ്നെസ് ടു സേവ് എന്താണ്? ഇപ്പം നിങ്ങൾക്ക് 50,000 റുപ്പീസ് ഇൻകം ഉണ്ട്, പക്ഷേ ആ 50,000 റുപ്പീസും നിങ്ങൾ സ്പെൻഡ് ചെയ്ത് തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വില്ലിങ്നെസ് ടു സേവ് ഉണ്ടോ? ഇല്ല. പക്ഷേ എബിലിറ്റി ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങളത് സേവ് ചെയ്യുന്നില്ല, അത് സ്പെൻഡ് ചെയ്ത് തീർക്കുന്നു. അപ്പം നമുക്ക് സേവിങ്സിൽ എബിലിറ്റി ടു സേവ് മാത്രം പോരാ,
നമുക്ക് വില്ലിങ്നെസ്സും കൂടി ഉണ്ടാവണം, സേവ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം, നമ്മൾക്കത് സേവ് ചെയ്ത് വെക്കാൻ പറ്റണം. അത് 2 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്ന. ഒന്ന് നമ്മളുടെ ഫ്യൂച്ചറിലേക്കുള്ള കൺസേൺ. നമുക്ക് ഫ്യൂച്ചറിൽ എമൗണ്ട്, ഇപ്പം നമ്മൾ സാധാരണ ആളുകൾ എമൗണ്ട് സേവ് ചെയ്ത് വെക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഫ്യൂച്ചറിൽ ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും മക്കളുടെ പഠിത്തം, അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജ്, അല്ലെങ്കിൽ മക്കളുടെ മാരേജോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന്, വീട് പണിയാൻ, അങ്ങനെ അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലും കൺസേൺ ഉള്ളപ്പോഴല്ലേ എമൗണ്ട് സേവ് ചെയ്ത് വെക്കുന്നത്. പിന്നെ സോഷ്യൽ സെറ്റപ്പ്. സോഷ്യൽ സെറ്റപ്പ് മീൻസ് ഇപ്പോൾ അവർ ഫാമിലി ആയിട്ട് ഒരാളിപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ സേവിങ് ഹാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാദറും അല്ലെങ്കിൽ മദറും ഒക്കെ സേവ് ചെയ്യുന്ന കണ്ട് നിങ്ങൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ വളർന്നു വരുന്നതെങ്കിൽ നിങ്ങൾക്കും നോർമലി ഒരു സേവിങ് മെൻറ്റാലിറ്റി ഉണ്ടാവും. ആ സമയത്ത് ഇപ്പോൾ ഒരു ഫാമിലിയിൽ അവർ കിട്ടുന്ന ക്യാഷ് മുഴുവൻ സ്പെൻഡ് ചെയ്തിട്ട് കുറേ കടമെടുത്ത്, അപ്പോൾ കടമെടുക്കുന്നതൊന്നും പ്രശ്നമില്ല, അങ്ങനത്തെ രീതിയിൽ വരുന്ന ഒരു ഫാമിലിയിൽ നിന്നാണെങ്കിൽ അപ്പോൾ ആ കുട്ടികൾക്ക് എന്താ തോന്നുന്നത്, ഓക്കെ കടം മേടിക്കുന്നതോ അല്ലെങ്കിൽ ആളുകളോട് പൈസ ചോദിക്കുന്നതോ ഒന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ആ ഫാമിലി സെറ്റപ്പ് അല്ലെങ്കിൽ സോഷ്യൽ സെറ്റപ്പും അതിനെ ആശ്രയിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം നമ്മളുടെ ഇൻഡിവിജ്വലി ഫ്യൂച്ചറിനെ കുറിച്ച് എത്ര കൺസേൺ ആണ്, പിന്നെ നമ്മളുടെ സോഷ്യൽ സെറ്റപ്പ് എങ്ങനെയാണ്, അത് ബേസ് ചെയ്ത് പിന്നെ നമ്മളുടെ മൈൻഡിൽ നമ്മൾക്ക് എന്ത് തോന്നുന്നു, സേവ് ചെയ്യുന്നത് നല്ലതാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ സേവ് ചെയ്യാനൊരു വില്ലിങ്നെസ് കാണിക്കും. നമ്മുടെ സേവിങ്സ് 2 ഫാക്ടറിനെ ബേസ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഇൻഡിവിജ്വൽസ് സേവ് ചെയ്യുന്ന പൈസ മൊബിലൈസ് ചെയ്യണ്ടേ? അത് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നാൽ നമ്മൾക്ക് അത് വെച്ച് എങ്ങനെ ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യും? ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ ചെയ്യുന്നത്? ഈ സേവിങ്സ് മൊബിലൈസ് ചെയ്യും. ഇത് മൊബിലൈസ് ചെയ്തിട്ട് അവർ ആർക്ക് കൊടുക്കും? നമ്മളുടെ ബിസിനസ് മെന്നിന് അല്ലെങ്കിൽ ബിസിനസ് ഫേംസിന് മാർക്കറ്റിൽ അവൈലബിൾ ആക്കും, നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ബാങ്ക്സ്. അപ്പോൾ അവരത് കളക്ട് ചെയ്യുന്നു, പബ്ലിക് സേവിങ്സ് കളക്ട് ചെയ്യുന്നു, അത് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നു. അതായത് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന്, ആരാണോ ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് ആരാണോ, റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ളത് ആരാണോ, അവർക്കത് അവൈലബിൾ ആക്കുന്നു. ഇതാണ് നമ്മളുടെ തേർഡ് പാർട്ട് വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ്. സേവിങ്സ് ഉണ്ടായി, സേവിങ്സ് മൊബിലൈസ് ചെയ്തിട്ട് ആ സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മുടെ സേവിങ്സ് ക്യാപിറ്റൽ അസറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മളുടെ ഈ എമൗണ്ട് ചാനലൈസ് ചെയ്ത് ഓൺട്രപ്രണേറിയൽ ക്ലാസ്സിൻ്റെ അടുത്ത് എത്തുന്നു. അപ്പോൾ ഓൺട്രപ്രണേഴ്സ് എന്താണ്? അവർ റിസ്ക് എടുക്കാൻ വില്ലിങ് ആണ്, അവർ പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ റെഡിയാണ്, അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട റിസ്ക് എടുക്കാൻ അവർ റെഡിയാണ്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഈ സേവിങ്സ് അവൈലബിൾ ആക്കുന്നു, ചാനലൈസ് ചെയ്ത് അവൈലബിൾ ആക്കുന്നു. സോ അവർ ആ എമൗണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ആ സേവിങ്സ് അവർ യൂസ് ചെയ്യുന്നു. ഇനി അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ഫോർമേഷൻ തീർന്നു. അതിൽ 3 പാർട്ടുണ്ട്, നമ്മൾക്ക് 3 മനസ്സിലായി. സേവ് ചെയ്യുന്നു, സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നു, then ആ സേവിങ്സ് നമ്മളുടെ ക്യാപിറ്റൽ ഗുഡ്സിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ 3 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കവർ ചെയ്തിരുന്നു, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. അതിൽ 4th ഫാക്ടർ വരുന്നത് ഓൺട്രപ്രണർ. അതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഈ വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ക്ലിയർ ആവും. ഇനി നമ്മൾ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞ ഫാക്ടർ എന്താണ്? നേരത്തെയൊക്കെ നമ്മൾ ഓൺട്രപ്രണർ, മാനേജർ എല്ലാം ഒരേ രീതിയിലാണ്, ബിസിനസ്മെൻ, ഓൺട്രപ്രണർ, മാനേജർ എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ് കണ്ടിരുന്നത്. കാരണം എല്ലാവരും ബിസിനസ് നോക്കി നടത്തുന്നു, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മുടെ മോഡേൺ ബിസിനസ് സിനാരിയോയിൽ ഓൺട്രപ്രണറും സാധാരണ ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു മാനേജറൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ആളുകൾ, അവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ റെഡിയാണ്, റിസ്ക് എടുക്കാൻ അവർ റെഡിയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ 4th ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ഓൺട്രപ്രണർ ആണ്. കാരണം നമ്മളുടെ ബാക്കി 3 ഫാക്ടേഴ്സിനെ മൊബിലൈസ് ചെയ്ത് അത് പ്രൊഡക്റ്റീവ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ ഓൺട്രപ്രണേഴ്സ് ആണ്. ഇപ്പോൾ ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, അത് 3 സ്ഥലത്തിരുന്നാൽ നമ്മുടെ ഓൺട്രപ്രണർ അത് മൊബിലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രൊഡക്ഷൻ നടക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളുടെ ബാക്കി 3 ഫാക്ടേഴ്സിനെ മൊബിലൈസ് ചെയ്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് ഓൺട്രപ്രണർ ആണ്. അപ്പോൾ ഓൺട്രപ്രണർ ഈ 3 ഫാക്ടേഴ്സിനെയും കറക്റ്റ് പ്രപ്പോർഷനിൽ കമ്പൈൻ ചെയ്യുന്നു. കറക്റ്റ് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര ലേബർ വേണം, അല്ലെങ്കിൽ എത്ര ലാൻഡ്, എങ്ങനെ ലാൻഡിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ട റിസോഴ്സസ് എന്തൊക്കെ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് റൈറ്റ് പ്രപ്പോർഷനിൽ കമ്പൈൻ ചെയ്തിട്ട് നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ഓൺട്രപ്രണർ. അവർ ഇന്നോവേഷൻസ് കൊണ്ടുവരും. ഈ കൊണ്ടുവരുന്ന ഇന്നോവേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട റിസ്ക്കും എടുക്കുന്നത് അവർ തന്നെയാണ്.
ബാക്കി 3 ഫാക്ടേഴ്സിലും റിസ്കിന്റെ കേസ് വരുന്നില്ല. കാരണം ലാൻഡ് ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് റെന്റിന് എടുത്താണെങ്കിൽ അതിന്റെ ലാൻഡ് ലോഡിന് നമ്മൾ എന്തായാലും റെന്റ് കൊടുക്കണം. പിന്നെ ക്യാപിറ്റൽ നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു ക്യാപിറ്റലിന് വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് ബോറോ ചെയ്തെന്ന് വിചാരിക്കും, നമ്മൾ അയാൾക്ക് എന്തായാലും ഇൻട്രസ്റ്റ് കൊടുക്കണം. നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ അവർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. ലേബറിനും അവർ ചെയ്യുന്ന വർക്കിന് അവർക്ക് സാലറി അല്ലെങ്കിൽ വേജസ് കിട്ടും. അപ്പോൾ ഇവർക്ക് 3 പേർക്കും റിസ്ക് ഫാക്ടർ വരുന്നില്ല. റിസ്ക് മുഴുവൻ എടുക്കുന്നത് ആരാണ്? നമ്മളുടെ ഓൺട്രപ്രണറാണ്. അപ്പോൾ അവർ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു, അതിൻ്റെ റിസ്ക് എടുക്കുന്നു, അതിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അത് അവർക്ക് തന്നെ കിട്ടുന്നു, ലോസ് ആണെങ്കിലും അവർ തന്നെ സഫർ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതാണ് നമ്മളുടെ 4th ഫാക്ടർ, ഓൺട്രപ്രണർ. ഇനി നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് വരുന്നത് ഓർഗാനിക് ഒബ്ജക്റ്റീവ്സ്. ഓർഗാനിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ബിസിനസ് ഫേമും നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ്സിന് ഒത്തിരി ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവുമല്ലോ. മറ്റ് ഒബ്ജക്ട്സിനെല്ലാം വെച്ചിട്ട് ഏറ്റവും ഫസ്റ്റ് ഒബ്ജക്റ്റീവ് വരുന്നത് എന്താണ്? ആ ബിസിനസ് ഫേമിന് സർവൈവ് ചെയ്യുക, സ്റ്റേ എലൈവ്. അതായത് ബിസിനസ് സർവൈവ് ചെയ്ത് പോയാലല്ലേ ഉള്ളൂ പിന്നെ ഗ്രോത്ത്, പ്രോഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുള്ളൂ. പ്രോഫിറ്റ് മാക്സിമൈസേഷനോ അല്ലെങ്കിൽ എക്സ്പാൻഷനോ ഒക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം ഇവർക്ക് എന്ത് വേണം? ബിസിനസ് നിലനിന്ന് പോകാൻ പറ്റണം. അങ്ങനെ നിലനിന്ന് പോകണമെങ്കിൽ ഇവർക്ക് അത്യാവശ്യം കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള റവന്യൂ എങ്കിലും ഇവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒരു ബിസിനസ് ഫേമിന് 50,000 ആണ് കോസ്റ്റ് വരുന്നത്, അതിൻ്റെ റവന്യൂ 5,000 ഉള്ളെങ്കിൽ ആ ബിസിനസ് ഫേമിന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത്യാവശ്യം കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള റവന്യൂ എങ്കിലും ഉണ്ടായാലേ ഉള്ളൂ ഇതിന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇനി സർവൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ബിസിനസ് ഫേം സർവൈവ് ചെയ്ത് ബിസിനസ് ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ പിന്നെ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരുന്നത്? സർവൈവൽ കഴിഞ്ഞാൽ എക്സ്പാൻഷനും ഗ്രോത്തും ആണ്. ബിസിനസ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, എങ്ങനെ ഗ്രോ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബിസിനസ് പിന്നെ നോക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സർവൈവ് ചെയ്ത് പോകുന്നു, എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ എക്സ്പാൻഷനും ഗ്രോത്ത് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്? നമ്മളുടെ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് പ്രോഫിറ്റ് മാക്സിമൈസിങ്. ഇപ്പോൾ ആരാണെങ്കിലും ബിസിനസ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അവർ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള ബിസിനസ് ഫേംസ് ആണ് ഇഷ്ടം. ക്രെഡിറ്റേഴ്സിനാണെങ്കിലും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള നല്ല നെറ്റ്വർത്ത് ഉള്ള ഫേംസിന് ഫണ്ട് ബോറോ ചെയ്യാൻ ക്രെഡിറ്റേഴ്സ് വില്ലിംഗ് ആണ്. അതുപോലെ എംപ്ലോയീസിനാണെങ്കിലും കൂടുതൽ ബിസിനസ് ഫേമിന് റവന്യൂ ഉണ്ടായാലും പ്രോഫിറ്റ് ഉണ്ടായാലേ ഉള്ളൂ അവർക്കും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ. സോ ഈ എല്ലാ ആളുകളും നമ്മളുടെ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷന് അവർ ഇൻട്രസ്റ്റഡ് ആണ് അത് ചെയ്യുന്നതിന്. ചില ബിസിനസ് ഫേംസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമല്ല, അവർ സെയിൽസ് മാക്സിമൈസേഷനും കൂടെ എയിം ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് മാത്രം മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതല്ലാതെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്ലസ് സെയിൽസ് മാക്സിമൈസേഷൻ. അപ്പോൾ നമ്മളുടെ എക്കണോമിക് ഒബ്ജക്റ്റീവിൽ വരുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് എക്കണോമിക് പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ഇതിൽ ടോട്ടൽ കോസ്റ്റിൽ നമ്മളുടെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മാത്രമേ കൗണ്ട് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് നമ്മളുടെ എക്കണോമിക് പ്രോഫിറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ, നമ്മുടെ എക്കണോമിക്സിൽ എക്കണോമിക് പ്രോഫിറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെയും ഇക്വേഷൻ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റും എക്സ്പ്ലിസിറ്റ് കോസ്റ്റും കൗണ്ട് ചെയ്യുന്നുണ്ട് ആ ടോട്ടൽ കോസ്റ്റിൽ. അതായത് ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ഒരു ബിൽഡിങ്ങിലാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ശരിക്കും നിങ്ങൾ വേറെ ആർക്കും റെൻ്റൊന്നും കൊടുക്കണ്ട. പക്ഷേ നിങ്ങൾ ആ ബിസിനസ് ബിൽഡിംഗ് റെന്റിനാണ് എടുത്തിരുന്നെങ്കിൽ നിങ്ങളൊരു റെന്റ് കൊടുക്കേണ്ടി വരുമായിരുന്നില്ലേ? അത് നിങ്ങളുടെ ഓൺ ഫാക്ടർ ആയതുകൊണ്ട്, അത് നിങ്ങളുടെ ഓൺ ബിൽഡിംഗ് ആയതുകൊണ്ട് ഇപ്പം കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷേ പുറത്തുനിന്നാണ് എടുത്തിരുന്നെങ്കിൽ, മറ്റൊരാളുടെ കയ്യിൽ നിങ്ങൾ റെന്റിന് എടുത്തെങ്കിൽ കൊടുക്കേണ്ടി വരുമായിരുന്ന ആ കോസ്റ്റും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ കൗണ്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഒരു വെഹിക്കിൾ നിങ്ങൾ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ വാടകയ്ക്കാണ് ആ വെഹിക്കിൾ എടുത്തിരുന്നെങ്കിൽ അതിന് എന്ത് റെന്റ് കൊടുക്കേണ്ടി വരുമായിരുന്നു, അതും നിങ്ങൾ കോസ്റ്റായിട്ട് ഇതിൻ്റെ കൂടെ കൗണ്ട് ചെയ്യുന്നു. അതാണ് നമ്മളുടെ എക്കണോമിക് പ്രോഫിറ്റിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റും നമ്മൾ കൗണ്ട് ചെയ്യും, എക്സ്പ്ലിസിറ്റ് കോസ്റ്റും കൗണ്ട് ചെയ്യും. അതാണ് മെൻഷൻ ചെയ്തേക്കുന്നത്, ദ കോസ്റ്റ് ഓഫ് സെൽഫ് ഓൺഡ് ഫാക്ടേഴ്സ് യൂസ്ഡ് ബൈ ദ ഓൺട്രപ്രണർ ഇൻ ഹിസ് ഓൺ ബിസിനസ്. സോ അതും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നതുകൊണ്ട്, നമ്മളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ എക്കണോമിക് പ്രോഫിറ്റ് നോർമലി അക്കൗണ്ടിങ് പ്രോഫിറ്റിനേക്കാളും കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അടുത്ത ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്കറിയാം, ഒബ്ജക്റ്റീവ്സ് ടുവേർഡ്സ് ദി സൊസൈറ്റി. ഒരു ബിസിനസ് ഫേം ഒരു സൊസൈറ്റിയിലാണ് നിലനിന്ന് പോകുന്നത്. ആ സൊസൈറ്റിയാണ് ആ ബിസിനസ് ഫേം ഗ്രോ ചെയ്യാനും സർവൈവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആ ബിസിനസ് ഫേമിന് ആ സൊസൈറ്റിയോട് കുറച്ച്
ഒബ്ജക്റ്റീവ്സ്, സൊസൈറ്റിയോട് തീർക്കേണ്ടതായ കുറച്ച് കടപ്പാടുകൾ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? അവരുടെ പ്രൊഡക്ട്സ് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് സൊസൈറ്റിക്ക് അവൈലബിൾ ആക്കുക. പിന്നെ ആൻറ്റി സോഷ്യൽ പ്രാക്ടീസസ് ഒന്നും ചെയ്യാതിരിക്കുക, എന്തെങ്കിലും മായം ചേർക്കൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടാകുന്ന, സൊസൈറ്റിയെ ഹാം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ സൊസൈറ്റിയിലെ ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. കാരണം അവരുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന സൊസൈറ്റിയാണ്. സോ അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇവരുടെ പ്രൊഡക്ട്സ് കൊണ്ടോ ഇവരുടെ പ്രൊഡക്ഷൻ കൊണ്ടോ സൊസൈറ്റിക്ക് പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ നോക്കുക. എയർ പൊല്യൂഷൻ ആണെങ്കിലും വാട്ടർ പൊല്യൂഷൻ ആണെങ്കിലും നോയ്സ് എന്താണെങ്കിലും ആ നോയ്സ് പൊല്യൂഷൻ ഒന്നും സൗണ്ട് പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ സൊസൈറ്റിക്ക് പൊല്യൂഷൻ ഇല്ലാതെ നോക്കുക. ദെൻ ഫോർത്ത് വൺ വരുന്നത് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ്. ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ഹ്യൂമൻ, അതായത് എംപ്ലോയീസിന് നല്ല ഫെയർ ഡീൽ, എംപ്ലോയീസിൻ്റെ അടുത്ത് നന്നായിട്ട് ഡീൽ ചെയ്യുക, അവരുടെ സ്കിൽസ് അല്ലെങ്കിൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വർക്ക് ക്ലൈമറ്റ് ജനറേറ്റ് ചെയ്യുക. പിന്നെ അവരെ ബാധിക്കുന്ന കാര്യങ്ങളുടെ കേസിൽ അവർക്ക് അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്കും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അവർക്ക് എന്താണോ പറയാനുള്ളത് എന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. പിന്നെ അവരുടെ ജോബ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുക, അതായത് നല്ല വർക്ക് ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ജോബ് ഇൻട്രസ്റ്റിംഗ് ആക്കുക, അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക, അവരുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഫിഫ്ത്ത് വൺ വരുന്നത് നാഷണൽ ഒബ്ജക്റ്റീവ്സ്. അത് നമ്മളുടെ നേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ രാജ്യത്തിന് എന്താണോ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ നാഷണൽ പ്രയോറിറ്റീസ് എന്താണോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ, അതനുസരിച്ചുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ഇൻഇക്വാലിറ്റി റിമൂവ് ചെയ്യുക, അതായത് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഫെയർ ആയിട്ട് ആളുകൾക്ക് കൊടുക്കുക. ഇന്ന ആളുകൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കില്ല, അങ്ങനെയൊന്നും അല്ലാതെ നമ്മളുടെ ഒരു ഫെയർ ഡീലിൽ ഫെയർ ഓപ്പർച്യൂണിറ്റീസ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക, ഇൻഡിവിജ്വൽസിന് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമ്മളുടെ രാജ്യത്തെ സെൽഫ് റിലയൻ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, അതായത് നമ്മൾ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ വരാതെ നമ്മളുടെ രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഒരു സെൽഫ് റിലയൻ്റ് ആകാനായിട്ട് നമ്മളുടെ രാജ്യത്തെ ഹെൽപ്പ് ചെയ്യുക. നമ്മളുടെ യങ് ജനറേഷനെ അവർക്ക് അവരുടെ സ്കിൽ ഫോർമേഷനും അവരുടെ എക്കണോമിക് ഗ്രോത്തിനെല്ലാം വേണ്ടി ഹെൽപ്പ് ചെയ്യുക, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക, അവരുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഇത്രയാണ് ഒരു ബിസിനസ് ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇനി നമ്മളുടെ ഒരു ബിസിനസ് ഫേം റൺ ചെയ്യുമ്പോൾ അതിൽ ചില കൺസ്ട്രെയിൻസും വരാൻ സാധ്യതയുണ്ട്. കൺസ്ട്രെയിൻസ്, പ്രോബ്ലംസ് ഒക്കെ എൻ്റർപ്രൈസിൻ്റെ ആക്ഷൻസിനോട് ബന്ധപ്പെട്ട് വരും. അതെന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ലാക്ക് ഓഫ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നോവേഷൻസ് വരുന്നുണ്ട്. എല്ലാത്തിനെയും കുറിച്ചും നമ്മളുടെ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ബിസിനസ് ഫേം അതിനറിഞ്ഞോളണമെന്നുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ എന്തിനെങ്കിലും പറ്റിയുള്ള നോളജ് ഇല്ലാതെ വരിക, അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോപ്പർ ടൈമിൽ കിട്ടാതെ വരിക, അതെല്ലാം ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ നല്ല ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാനത് അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ ഇതിൻ്റെ ലാൻഡ് എന്ന് പറഞ്ഞ ഫാക്ടറിൽ നിന്ന് 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക, എന്നിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക, അത്രയും മതി. ബാക്കി പിന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാം. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് മറ്റ് കൺസ്ട്രെയിൻസ്, അതായത് നമ്മുടെ സ്റ്റേറ്റ് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ, പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു, അപ്പോൾ അങ്ങനെയുള്ള കേസിലും അത് നമ്മളുടെ ബിസിനസ് ഫേമിന് ചിലപ്പോൾ അതൊരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരാം. പിന്നെ പ്രോപ്പറായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത അവസ്ഥ, നമ്മളുടെ പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്ത സാധനം പ്രോപ്പർ ടൈമിൽ മാർക്കറ്റ് ചെയ്യാനോ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇന്നാഡിക്വസി. പിന്നെ നമ്മളുടെ ബിസിനസ് കണ്ടീഷനോ അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസിൽ വരുന്ന ചേഞ്ചസ്. ഇപ്പോൾ ഏതെങ്കിലും പുതിയ പോളിസീസ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ GST വന്നപ്പോൾ എന്താണ് നമ്മളുടെ ബിസിനസ് ഫേംസ് അത് മനസ്സിലാക്കണം, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിന് ചാർട്ടേഡ് അക്കൗണ്ടന്റിനോ മറ്റു ടാക്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ മീറ്റ് ചെയ്യണം, അത് പഠിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ചേഞ്ചസ് അതും നമ്മളുടെ ബിസിനസ് ഫേമിൻ്റെ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്നതല്ലേ. പിന്നെ നമ്മൾക്ക് ഇൻഫ്ലേഷൻ എന്തെങ്കിലും വരുന്നു, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് വരുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വരുന്നു, അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് വരുന്നു, അപ്പോൾ അതും നമ്മളുടെ ബിസിനസ് ഫേമിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്, അല്ലെങ്കിൽ അതിനൊരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരുന്ന ഫാക്ടറാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റർപ്രൈസിൻ്റെ പ്രോബ്ലംസ്. ഇപ്പം നമ്മൾ പല ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, അതിൽ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ഒബ്ജക്റ്റീവ്സ് നമ്മളുടെ എൻ്റർപ്രൈസിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതെന്താണെന്ന് വെച്ചാൽ
ഇപ്പം നമ്മൾ പറഞ്ഞു വർക്കേഴ്സിന് നല്ല വർക്ക് ക്ലൈമറ്റ് കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വർക്കേഴ്സിന് നല്ല വർക്ക് ക്ലൈമറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് പേ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ബിസിനസ് ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ക്ലാഷ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെങ്കിൽ വർക്കേഴ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, അപ്പോൾ അവർക്ക് അധികം കണ്ടമാന എമൗണ്ട് ഒന്നും അവർക്ക് ഇൻസെൻറ്റീവ് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചെയ്താലാണ് പ്രോഫിറ്റ് കൂടാൻ പറ്റുള്ളൂ. പക്ഷേ എംപ്ലോയീസിന് നമ്മൾ വർക്ക് ചെയ്യാൻ കുറേ സമയം റെസ്റ്റിനോ അല്ലെങ്കിൽ അവർക്ക് നല്ല കണ്ടീഷനോ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ രണ്ട് ഒബ്ജക്റ്റീവ്സ് തമ്മിൽ ക്ലാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ബിസിനസ് ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സ് തമ്മിൽ ചിലപ്പോൾ ക്ലാഷ് ഉണ്ടാവാം, പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ അത് പ്രോപ്പർ രീതിയിൽ കറക്റ്റായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോയാലേ ഉള്ളൂ ബിസിനസ് ഫേമിന് നല്ല രീതിയിൽ സർവൈവ് ചെയ്യാനോ ഗ്രോത്ത് ഉണ്ടാക്കാനോ സാധിക്കുള്ളൂ. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ലൊക്കേഷൻ ആൻഡ് സൈസ് ഓഫ് ദ പ്ലാന്റ്. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ലൊക്കേഷനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ ഫാക്ടറി അല്ലെങ്കിൽ പ്ലാന്റ് ഒക്കെ സെറ്റപ്പ് ചെയ്യണം, സ്മോൾ സ്കെയിൽ മതിയോ അതോ മീഡിയം സ്കെയിൽ വേണോ, ലാർജ് സ്കെയിൽ വേണോ, എങ്ങനെയാണ്, അങ്ങനെയുള്ള പല ഡിസിഷൻസ് നമ്മുടെ ഓൺട്രപ്രണർക്ക് എടുക്കേണ്ടി വരും. എൻ്റർപ്രൈസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പല ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ആ ഡിസിഷൻ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ അത് ബിസിനസ് ഫേമിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റർപ്രൈസിൽ നമ്മൾ എടുക്കേണ്ടി വരുന്ന ഡിസിഷൻസ് ആണ്, അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് ആണ്. പിന്നെ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു സെലക്ടിങ് ആൻഡ് ഓർഗനൈസിങ് ഫിസിക്കൽ ഫെസിലിറ്റീസ്. നമ്മുടെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏത് മെഷീൻസ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് നമ്മളുടെ ഫാക്ടറി പ്ലാന്റ് ചെയ്യണം, നമ്മുടെ പ്ലാന്റ് ആൻഡ് മറ്റ് ഐറ്റംസ്, നമ്മുടെ ഫിറ്റിങ്സ് അതെല്ലാം എങ്ങനെ വേണം, നമ്മുടെ ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്തൊക്കെ വേണം, നമ്മളുടെ ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലോ നല്ല രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം, അതെങ്ങനെ അക്വയർ ചെയ്യണം, അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം തുടങ്ങിയുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. ദെൻ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ഫിനാൻസ്. നമ്മൾക്ക് എത്ര ഫിനാൻസ്, എത്ര എമൗണ്ട് വേണം നമ്മളുടെ ബിസിനസ് ഫേമിന്, അതെങ്ങനെ അറേഞ്ച് ചെയ്യണം, ഏത് സോഴ്സിൽ നിന്നൊക്കെ അറേഞ്ച് ചെയ്യണം, നമ്മൾ ഫുൾ ഡെറ്റ് എടുക്കണോ അതോ ക്യാപിറ്റലായിട്ട് വേണോ, അങ്ങനെ ഏത് രീതിയിൽ എത്ര കോസ്റ്റ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും, അതനുസരിച്ച് ഫിനാൻസ് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാർക്കറ്റിങ്ങിൻ്റെ എങ്ങനെയായിരിക്കണം, അല്ല ഓരോരുത്തർ ഏത് രീതിയിൽ വേണം നമ്മുടെ സ്ട്രക്ചർ ഫോം ചെയ്യാനായിട്ട്, ആളുകളെ എങ്ങനെ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ വേണം നമ്മുടെ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് പോകാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു മാർക്കറ്റിംഗ്. നമ്മളുടെ പ്രൊഡക്റ്റ് എങ്ങനെയുള്ള പ്രൊഡക്റ്റ് പാക്കിംഗ് വേണം, പ്രൊഡക്റ്റ് ഏത് രീതിയിൽ വേണം, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെ വേണം, അല്ലെങ്കിൽ പ്രൈസ് എങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യണം, അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എങ്ങനെ വേണം, ഏത് പ്ലേസിൽ നമ്മളിത് അവൈലബിൾ ആക്കിയാലാണ് നമ്മൾക്ക് കൂടുതൽ സെയിൽ ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു മാർക്കറ്റിംഗിൽ വരുന്നത്. അതും നമ്മൾ പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മളൊരു തെറ്റായ ഒരു സ്ഥലത്ത് കൊണ്ടാണ് നമ്മളുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതെങ്കിൽ അവിടെ ആർക്കും നമ്മളുടെ പ്രൊഡക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിലിനെ അത് ബാധിക്കില്ലേ? ഇപ്പോൾ നോൺ വെജ് മാത്രം കഴിക്കുന്ന ആളുകളുടെ ഇടയിൽ കൊണ്ട് നമ്മൾ ദോശ ഐറ്റം കൊണ്ട് സെല് ചെയ്യുവാണ്, അപ്പോൾ അവർക്കത് ചിലപ്പോൾ താല്പര്യമില്ലായിരിക്കും. അല്ലെങ്കിൽ വെജ് മാത്രം കഴിക്കുന്ന ആളുകളുടെ ഇടയിൽ നമ്മൾ കൊണ്ട് മീറ്റ് പ്രൊഡക്റ്റ് സെല്ലിങ് വെച്ചാൽ സെല്ലിങ് നടക്കും ഇല്ല. അപ്പോൾ നമ്മൾ പ്രോപ്പർ പ്ലേസും മനസ്സിലാക്കണം. പിന്നെ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ലീഗൽ ഫോർമാലിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നമ്മളുടെ ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നതിന് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള അതിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ലീഗൽ ഫോർമാലിറ്റീസ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അതുകൊണ്ട് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. സോ പ്രോപ്പറായിട്ട് നമ്മൾ ലീഗൽ ഫോർമാലിറ്റീസ് എങ്ങനെ ഫുൾഫിൽ ചെയ്യണം. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ യൂണിയൻ, എംപ്ലോയി യൂണിയനായിട്ടോ അല്ലെങ്കിൽ മറ്റാളുകളൊക്കെ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യണം. കാരണം നമ്മൾക്ക് റിലേഷൻ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ വേണം, പക്ഷെ നമ്മുടെ ബിസിനസ് ഫേമിന് പ്രോബ്ലം ഒന്നും വരാനും പറ്റില്ല. അപ്പോൾ നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്തൊക്കെ രീതിയിൽ കണ്ടമാനം ഫേവറബിൾ ആയിട്ട് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബിസിനസ് ഫേമിനെ അഫക്റ്റ് ചെയ്യും. സോ ഇത് ആർക്കും പ്രോബ്ലം വരാത്ത രീതിയിൽ ഒന്ന് ഒരു നോർമൽ ലെവലിൽ എങ്ങനെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കീപ്പ് ചെയ്യാൻ കൊണ്ടുപോവാം. ഇതെല്ലാം നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഫങ്ഷനിങ്ങിനെ അല്ലെങ്കിൽ എൻ്റർപ്രൈസിനെ റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും ടോപ്പിക് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ താങ്ക് യു വെരി മച്ച്.